പടക്കളം പാലക്കാട് മണ്ഡലത്തിൽ തുടരുകയാണ്. ഇന്ന് ഈ ജനതതി എന്ത് പറയുന്നു നോക്കാം. അതോടൊപ്പം നമ്മുടെ അതിഥികളെ പരിചയപ്പെടാം. UDF പ്രതിനിധിയായി പി സ്വാമിനാഥൻ, ഒപ്പം LDF വക്താവായി TM ശശി, ഒപ്പം NDA BJP പ്രതിനിധീകരിച്ച് ജോമോൻ ചക്കാലക്കൽ എന്നിവരാണ്. ആദ്യം ജനതതിയുടെ വാക്കുകൾ എന്തെന്ന് കാതോർക്കാം. എന്താണ് ആവശ്യം? പാലക്കാട് കോർപ്പറേഷൻ വേണം. അതിന് 3 കക്ഷികളും സഹകരിക്കണം. അത് ചെയ്തേ മതിയാവൂ. ശശിയേട്ടൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. സ്വാമി, എല്ലാവരും സഹകരിക്കണം പ്ലീസ്. എന്തായാലും ഓരോ ദിവസങ്ങൾ വരുമ്പോൾ ഓരോ വിവാദങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടി മുതൽ ഇതപ്പോൾ ഇന്നിപ്പോൾ ഇരട്ട വോട്ട്, നമ്മുടെ EP-യുടെ ആത്മകഥ, അങ്ങനെ പലതും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിഷയം ഇരട്ട വോട്ടിൻ്റെ വിഷയമാണ്. ഇരട്ട വോട്ട് മൂന്ന് പ്രതിനിധികൾക്കും 3 മുന്നണികൾക്കും തുല്യ ഉത്തരവാദിത്വം ഉണ്ടായില്ലേ. അതിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അതായത് ആധാർ കാർഡുമായി വോട്ടർ കാർഡ് ലിങ്ക് ചെയ്യുക. എന്തുകൊണ്ട് ഇത്രയും വിലപ്പെട്ട വോട്ടിൻ്റെ കാര്യത്തിൽ മാത്രം ആധാറുമായി ലിങ്ക് ചെയ്യാൻ താല്പര്യം കാണിക്കുന്നില്ല? 3 മുന്നണികളോടും എനിക്ക് ചോദിക്കാനുണ്ട്. ഈ മലബാർ സിമൻസിൽ ഒരു ശശിയേട്ടൻ എന്ന് പറയുന്ന ഒരാൾ മരിച്ചിട്ട് ഇന്നേക്ക് വർഷം കുറച്ച് കഴിഞ്ഞു. ആ കുടുംബത്തിലെ മുഴുവൻ പേരെയും കൊലപാതകം നടത്തിയിട്ടുള്ള ഏതോ ആളോ ആയിക്കോട്ടെ, എന്തുകൊണ്ട് ആ കുടുംബത്തിനൊരു നീതി വാങ്ങിച്ചു കൊടുക്കാൻ ഇത് 3 മുന്നണികൾക്കും ഇതുവരെ സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത്, 3 സ്ഥാനാർത്ഥികൾ ഇവിടെയുണ്ട്. സന്തോഷം. പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് ഇപ്പോൾ 6ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 28 വാർഡ് ഉള്ള കാലഘട്ടങ്ങളിൽ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി അന്ന് ചെയ്ത നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഇത്രയും സമയത്ത് BJP ഭരിക്കുന്നുണ്ട്. പക്ഷേ അവർ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിയിൽ വേണ്ട വികസനം എത്തിയിട്ടില്ല. ഉദാഹരണമായിട്ട് ഈ അന്ന് 2016 മുനിസിപ്പൽ ഭരണസമിതി ഉണ്ടാകുന്ന സമയത്ത് 6 കോടി ഉറുപ്പിക ചെലവാക്കാൻ തീരുമാനിച്ച എസ്റ്റിമേറ്റ്, ആ പൈസ ഈ നിമിഷം വരെ ചെലവാക്കിയിട്ടില്ല. മാത്രമല്ല ഇന്ന് ഈ നമ്മളെ ഈ ടൗണുകൾ കിടക്കുന്ന ഇല്ലേ, ടൗണുകളുടെ സ്ഥിതി എന്താണ്? ഇന്ന് വാർഡുകളിൽ കിടക്കുന്ന സ്ഥിതി എന്താ? ഇതിനാണ് പരിഹാരം കാണുന്നത്. മോനെ ജോമോനെ, ആദ്യ ചോദ്യം നഗരസഭയെ കുറിച്ച്. നഗരസഭയുമായി ബന്ധപ്പെട്ട അതിനേക്കാൾ അതീവ ഗൗരവമായ ഒരു വിഷയം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാൻ പോവുകയാണ്. മറ്റൊന്നുമല്ല, LDF-ന്റെ സ്ഥാനാർത്ഥിയായ P സരിൻ ഈ മണ്ഡലത്തിന് പുറത്തുള്ള കാടാങ്കോട്, കുടുംബ പഞ്ചായത്തിലെ കാടാങ്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന താമസ രേഖകൾ വെച്ചുകൊണ്ട് കൃത്യമായ ആധികാരികതയോടുകൂടി പറയുന്നു, ഈ മണ്ഡലത്തിന് പുറത്തുള്ള കുടുംബ പഞ്ചായത്തിൽ കാടാങ്കോട് എന്ന സ്ഥലത്ത്, കരിങ്കരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് തൻ്റെ പേരിലുള്ള ഒരു വീട് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി താൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് തന്നെ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് സെക്ഷൻ 31 പ്രകാരം താൻ ചെയ്തിരിക്കുന്ന വലിയൊരു തെറ്റാണ് എന്ന് ആദ്യമേ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത് ഞാൻ ഒരൊറ്റ കാര്യം പറയാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ 2 വർഷമായി ദുബായിൽ ഒരു ആശുപത്രിയിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ NICU ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പീഡിയാട്രിഷ്യനായി ജോലി ചെയ്യുകയാണ്. ഇതിനിടയിൽ ഒരു 10 ദിവസം മാക്സിമം അവർ കേരളത്തിൽ വന്നിട്ടുണ്ടാവും. ഈ 10 ദിവസം മാക്സിമം കേരളത്തിൽ വന്ന ഇവർക്ക് എങ്ങനെയാണ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാമത് അവർ വോട്ട് ചെയ്തത് ഒറ്റപ്പാലം മണ്ഡലത്തിലാണെങ്കിൽ എങ്ങനെയാണ് അവർ ഈ പാലക്കാട് മണ്ഡലത്തിൽ അവസാന വോട്ടറായി ആ ബൂത്തിൽ? തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ലേ ഉത്തരം പറഞ്ഞു? അതാ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയന്ത്രിക്കുന്ന പ്രധാന ഘടകം ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിലാണ് BLOമാര്. കേരള സർക്കാരിന്റെ കീഴിലാണ് അതിന്റെ BLOമാരുള്ളത്. അപ്പോൾ ഗുരുതരമായ ഞാൻ പറയുന്നത്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരിക്കുന്നതിന് പുറമെ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു പൗരൻ എന്ന നിലയിൽ സരിൻ ചെയ്തിരിക്കുന്നത് ഗുരുതരമായ ചട്ടലംഘനമാണ്. BJP LDF-നെതിരെയാണ് രൂക്ഷമായ ആരോപണം ഉന്നയിക്കുന്നത്. ശ്രീ P സ്വാമിനാഥൻ. ഇരട്ട വോട്ടിനെ സംബന്ധിച്ച് ഇത് അതീവ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ഒരു വോട്ടർക്ക് വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നിയമപരമായി തടസ്സമില്ല. പക്ഷേ മാറുന്ന സ്ഥലത്ത് ചുരുങ്ങിയത് 6 മാസമെങ്കിലും താമസിക്കണം എന്നാണ് നിയമവ്യവസ്ഥ. ഇത് കേവലം 2 മാസം മാത്രം മുമ്പ് ഇവിടെ വോട്ട് ചേർത്തു എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇവിടെ മാത്രമല്ല, 2 മാസം മുമ്പ് അദ്ദേഹം എവിടെ ആയിരുന്നു? കോൺഗ്രസിലല്ലായിരുന്നു? അല്ല, കോൺഗ്രസിലായിരുന്നു എന്നുള്ളതല്ല ഇവിടെ വിഷയം. അതല്ല ഇവിടെ കോൺഗ്രസോ CPM-ഓ എന്ന BJP പുറത്തുള്ള
സാർ ഒരു ഇവിടെ മിനിറ്റ്. വിഷയം അദ്ദേഹം വോട്ട് ചേർത്തിലല്ല വിഷയം. ഈ ഇവിടുത്തെ മണ്ഡലത്തിന് വിഷയം എന്താ? പുറത്താണ് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഇവിടെ affidavit. അദ്ദേഹത്തിന്റെ അദ്ദേഹം രാഷ്ട്രീയമല്ല. കൊടുത്തിരിക്കുന്ന affidavit ഇവിടെ പാലക്കാട് നിയോജക മണ്ഡലത്തിലല്ല ഈ കുടുംബ പഞ്ചായത്ത്. അതാണ് നമ്മുടെ ഗൗരവമായ വിഷയം. അതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തതുമായിട്ടുള്ള നിയമപരമായിട്ടുള്ള പ്രശ്നമാണ് ഉള്ളത്. CPM BJP കോൺഗ്രസോ എന്നുള്ളതല്ല. അത് അദ്ദേഹം ചെയ്തിട്ടുള്ള നിയമവിരുദ്ധമാണ്. അദ്ദേഹം തിരുവില മലക്കാരനായിരുന്നു, അവിടെ വോട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞുകൂടാ. ഒറ്റപ്പാലത്ത് വാടക വീട്ടിൽ താമസിച്ചിരുന്നു. അതൊക്കെ മനസ്സിലായത് എന്താ വെച്ചാൽ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഇവിടെ ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായതാ. ഇപ്പോൾ അദ്ദേഹം പാലക്കാട് സ്ഥാനാർത്ഥിത്വം ലഭിക്കും എന്ന ധാരണയിൽ അത് ചെയ്തതാണ്. അത് നിയമവിരുദ്ധമാണ്. പിന്നെ വേറൊന്നുണ്ട്, ഇവിടെ താമസിക്കുന്നു എന്നുള്ള താമസാവകാശ സർട്ടിഫിക്കറ്റ് ആരാ കൊടുക്കാൻ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനമല്ലേ. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് ഇവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന BJP അല്ലേ. BJP കൊടുക്കേണ്ട റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി കൊടുത്തിട്ടുണ്ടാവും. ഒരു കാര്യം കൂടിയുണ്ട്, ഇതേപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റിന് പട്ടാമ്പി കൊപ്പത്തോട്ടുണ്ട്. അത് ഞങ്ങൾ കൃത്യമായി അതിനെക്കുറിച്ച് കറക്റ്റ് ആധികാരികമായി പറയാം. കഴിഞ്ഞ 3 നിലവിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട്. വേറെ സ്ഥലത്തേക്ക് മാറ്റുന്നതിൽ യാതൊരു നിയമ തടസ്സമില്ല ആ ഒരു പൗരന്. പക്ഷേ നിലവിലുള്ള സ്ഥലത്ത് അത് റിമൂവ് ചെയ്യാനുള്ള അപേക്ഷ കൂടി കൊടുത്തിട്ട് വേണം ഇപ്പുറത്ത് ചേർക്കാൻ. 2700 വ്യാജ വോട്ടുകൾ ചേർത്തു കോൺഗ്രസും BJPയും കൂടെ ചേർന്നെന്ന ആരോപണമാണ് CPIMന്റെ ജില്ലാ സെക്രട്ടറി ആരോപിച്ചത്. ഇപ്പോഴിതാ സ്ഥാനാർത്ഥിയുടെ ഭാര്യയ്ക്കെതിരെയുമാണ് ആരോപണം. പച്ചക്കള്ളം പലവട്ടം ആവർത്തിച്ചാൽ സത്യമാവില്ല. വ്യാജ വോട്ടിന്റെ പേരിൽ, ഡബിൾ വോട്ടിന്റെ പേരിൽ മുഖം നഷ്ടപ്പെട്ട് നിൽക്കുന്നവരാണ് BJPയും കോൺഗ്രസും. ഇവർക്ക് എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കുറിച്ച് പറയുന്നത്? ഈ ആരോപണം ഉന്നയിച്ചവരാരാ? ആരോപണം ഉന്നയിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാവ് CPIMന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് EN സുരേഷ് ബാബുവാണ്. EN സുരേഷ് ബാബു പറഞ്ഞെന്താ? EN സുരേഷ് ബാബു കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നു. EN സുരേഷ് ബാബു പറഞ്ഞത്, ഒന്ന്, പട്ടാമ്പിയിൽ വോട്ടുള്ള BJPയുടെ ജില്ലാ പ്രസിഡന്റിന് എങ്ങനെയാണ് RSS കാര്യാലയത്തിൽ വോട്ട്? നിങ്ങൾ RSS കാര്യാലയത്തിൽ വിട്ടേക്കൂ. ഞാൻ എൻ്റെ ചോദ്യത്തിന് ഉത്തരം വ്യക്തമായി നിങ്ങൾ പറഞ്ഞാൽ മതി. RSS കാര്യാലയത്തിൽ 28 വോട്ടുണ്ട്. 28 വോട്ട്. അവരാരെങ്കിലും ഇവിടെ ഉള്ളവരാണോ? ആരെങ്കിലും, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം, ആരെങ്കിലും ഉള്ളവരാണോ? ഒന്ന്. രണ്ട്, കോൺഗ്രസിന്റെ പ്രതിനിധിയോട് പറയാണ്, മലമ്പുഴ മണ്ഡലത്തിലുള്ള ഒരു പറ്റം 2700 ഒരു പറ്റം ആളുകൾ ഇവിടെ കണ്ണാടിയിൽ വോട്ട് ചെയ്യാണ്. ഇനി ഞാനിപ്പോൾ വരുന്നത് മാത്തൂരിൽ നിന്നാണ്, 153-ാം നമ്പർ ബൂത്ത്. ഞാനിപ്പോൾ പരിശോധിച്ച് വരികയാണ്. അവിടെ BLO നേരിട്ട് പോവാണ് വില്ലേജ് ഓഫീസിൽ. 43 വോട്ട് കോൺഗ്രസിന്റെ പ്രവർത്തകർ അനധികൃതമായി ചേർത്തി. നിങ്ങൾ പിൻവലിക്കണമെന്ന് പറഞ്ഞ് വില്ലേജ് ഓഫീസ് അപേക്ഷ കൊടുക്കണം. അവിടുത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഭീഷണിപ്പെടുത്തി പുറകോട്ട് അവരെ പറഞ്ഞയക്കുകയാണ്. ഈ മണ്ഡലത്തിൽ 2700 തെളിവുകളോടെയാണ് കോൺഗ്രസും BJPയും 2700 വോട്ടുകൾ ഇവർ അനധികൃതമായി ചേർത്തി വെച്ചു. അപ്പോൾ ഒരു പറയുന്നത് അറിയോ? സ്ഥാനാർത്ഥിക്ക് വ്യാജ വോട്ടുന്ന. എന്ത് ബോധത്തിന്റെ അടിസ്ഥാനത്തില? എങ്കിൽ മറുപടി പറയേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാം. എങ്കിൽ മറുപടി പറയേണ്ടത് BJP തന്നെയാണ്. എന്തുകൊണ്ടാ? ഈ BJP മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന 10 കൊല്ലമായിട്ട് ആരാ? BJP. ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP അല്ലേ? BJP മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന ഈ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 27-ാം വാർഡിൽ കഴിഞ്ഞ 6.5 കൊല്ലമായി അവർ ടാക്സ് അടിച്ചതിന്റെ റെസീറ്റ് ഡോക്ടർ സൗമ്യക്കുണ്ട് അവിടെ. അതായത് സരിന്റെ ഭാര്യ ഡോക്ടർ സൗമ്യക്ക് അവരുടെ സ്വന്തം പേരിൽ വാങ്ങിച്ച വീടിന് ടാക്സ് അടിച്ച് 6.5 കൊല്ലം ഈ മുനിസിപ്പാലിറ്റി കൊടുക്കുമ്പോ ഇപ്പൊ അത് അനധികൃതമാണെന്ന് പറഞ്ഞത് എന്ത് ആ വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ വോട്ട് ചേർക്കുന്നതിന്റെ ഉത്തരവാദിത്വം ആർക്കാ? ഇവിടെ കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ വ്യാജ വോട്ട് അനധികൃതമായി വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ആരാ? ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ, രണ്ട് റവന്യൂ ഉദ്യോഗസ്ഥര്. പറയട്ടെ, സംസ്ഥാന ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സ് ഉണ്ട്. അവർ വെരിഫൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോ നിങ്ങളുടെ ഗവൺമെന്റിന്റെ നിരുത്തരവാദപരമായിട്ടുള്ള സമീപനത്തിന്റെ ഭാഗമായിട്ടാവും ഉണ്ടെങ്കിൽ ഉണ്ടാകില്ല. LDFന്റെ നേതാവ് ഇപ്പൊ പറഞ്ഞത് വെച്ചാണെങ്കിൽ അഫിഡവിറ്റിൽ കൂടെ P. സരിൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണ്. കാരണം എന്താണെന്നറിയുമോ?
ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിനുള്ള വീടിന് അദ്ദേഹം ഈ അഫിഡവിറ്റിൽ കാണിച്ചിട്ടില്ല. ഗുരുതരമായ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ്. കാരണം ഈ വീട് ഈ 6.5 വർഷമായി നികുതി അടയ്ക്കുന്ന അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. തെറ്റാണ്. ഒരു സ്ഥാനാർത്ഥി ഒരു പൗരനെന്ന നിലയിൽ തെറ്റാണ്. രണ്ടാമത് എന്റെ ചോദ്യം, കുടുംബ പഞ്ചായത്തിലുള്ള ആ വീടാണ് ജില്ലാ പ്രസിഡന്റിനെതിരെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞ 3 വർഷമായി ഞങ്ങളുടെ ജില്ലാ ഓഫീസിൽ താമസിക്കുന്ന വിവരം അറിയാത്ത ഒരു ഈച്ച പോലും ഈ മണ്ഡലത്തിൽ ഇല്ല. ഒരു കൊല്ലമായി സ്ഥിരമായി അവിടെ താമസിക്കുന്നു. കേൾക്കൂ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ 3 വർഷമായി ബഹുമാനപ്പെട്ട ജില്ലാ പ്രസിഡന്റ് താമസിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അദ്ദേഹത്തിന് പട്ടാമ്പിയിലെ കൊപ്പത്തെ വോട്ടർ പറയട്ടെ, 3 വർഷമായിട്ടും അത് റിമൂവ് ചെയ്യാതെ ഇപ്പോഴും അതവിടെ നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാനൊരു പുതിയ സ്ഥലത്ത് വോട്ടിന് അപേക്ഷിച്ചാൽ എനിക്ക് മറ്റൊരു സ്ഥലത്ത് അതേ ഐഡന്റിറ്റി കാർഡിൽ വോട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എനിക്കെന്താ പറയാനുള്ള അറിയോ, ഇന്ന് ബിർസ മുണ്ടയുടെ ജന്മദിനമാണ്. രാഷ്ട്രപതി പറഞ്ഞതെന്നറിയോ, ഗോത്രവർഗങ്ങൾക്ക് എന്ന് അധികാരം കിട്ടുന്നോ അന്ന് മാത്രമേ രാഷ്ട്രം ശക്തിപ്പെടുകയുള്ളൂ എന്നാണ്. എൻ്റെ അഭിപ്രായത്തിൽ ആദിവാസികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാത്തതിൽ ഞാൻ പ്രതിഷേധിക്കുകയാണ്. സഹോദര, ഇന്ത്യൻ പ്രസിഡന്റ് ആരാന്ന് അറിയൂലോ അല്ലെ? ഇന്ത്യയുടെ രാഷ്ട്രപതി ആരാന്നറിയോ? അറിയോ? താങ്കൾക്ക് അറിയോ? ഇന്ത്യയുടെ പ്രഥമ വനിത ആരാന്നറിയോ? നമ്മുടെ പ്രധാനപ്പെട്ട സഹോദരന്മാര് പറയേണ്ടായി ഇരട്ടി വോട്ട് ഇരട്ടി വോട്ട് ലിസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഞാൻ പറയണേ. ഇരട്ടിപ്പ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം BLO ആണ്. ഒരു പ്രദേശത്തെ ഒരു BLO അവരുടെ കണക്കെടുത്ത് വരണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഇത്ര പേര് ഇത്ര ചെയ്യാൻ പറ്റുന്ന. അപ്പം BLO അപ്പം മറ്റുള്ളവരെ കുറ്റം പറയാം. BLOന്റെ ആദ്യം നോക്കട്ടെ ലിസ്റ്റ്, അവരെന്നിട്ട് പറയട്ടെ. ബഹുമാനപ്പെട്ട 3 നേതാക്കന്മാർക്കും സ്ഥാനാർത്ഥികൾക്കും 3 ഈ BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി BJP ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇന്നും എല്ലാ വാർഡുകളിലും വളരെ മോശമായിട്ട് കിടക്കുകയാണ്. എനിക്കത് രേഖയുണ്ട്, എല്ലാം ഉണ്ട്. ഒന്നത്. രണ്ടാമത് ടൗണുകളുടെ സ്ഥിതി എന്താ? അതിന് മറുപടി പറയൂ. ആ ടൗണുകൾ ഭരിക്കുന്ന BJPക്ക് നിങ്ങൾക്ക് ജനങ്ങൾ ഇവിടുത്തെ വലിയൊരു വോട്ടർമാർ വോട്ട് ചെയ്യില്ല. അവിടാണ് BJP. പറഞ്ഞോ ചക്കാലക്കൽ നേരത്തെ പറഞ്ഞില്ല മറുപടി. മറ്റ് മുനിസിപ്പാലിറ്റികളിലൊക്കെ പോയിട്ടുണ്ടോ അച്ഛൻ? പ്രായമായപ്പോ ഇവിടെ മാത്രം താമസിക്കുന്നതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. മറ്റ് മുനിസിപ്പാലിറ്റികൾ എവിടെയെങ്കിലും സന്ദർശിച്ചിട്ടുണ്ടോ അടുത്ത കാലത്ത്? അത് അദ്ദേഹത്തിന്റെ കടമയല്ല. അദ്ദേഹത്തിന്റെ കടമയല്ല. മറ്റ് നമ്മള് ഒരു കാര്യം പറയുമ്പോ തെളിവുണ്ടെന്നൊക്കെ പറയുമ്പോ ായി പറയുന്ന പോലെ ആളുകൾ തെറ്റിദ്ധരിക്കും. ഇരട്ട വോട്ടോ ഒറ്റ വോട്ടോ എന്നുള്ള പ്രശ്നമല്ല. ബഹുമാനപ്പെട്ട BJP പ്രതിനിധീകരിച്ച് ഇരിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, പാലക്കാട് മുനിസിപ്പാലിറ്റി ഇവിടെ കൃഷ്ണകുമാർ മത്സരിക്കുന്നില്ല. നല്ല സന്തോഷം, നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. സബീൻ ഭരിക്കേണ്ട, അതുപോലെ UDF ഇവിടെ സ്ഥാനാർത്ഥികളാണ്. പക്ഷേ നിങ്ങൾ ഈ പഞ്ചായത്തിൽ ടൗണുകാരുടെ സ്ഥിതി എന്തായി? 6 കോടി ഉറുപ്പികയാണ് ചെലവാക്കി ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. അന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി രേഖയുണ്ട്. പാലക്കാട് മുനിസിപ്പാലിറ്റി വ്യക്തമാണ്. ചക്കാലക്കൽ പറഞ്ഞോളൂ. ഇതെല്ലാം ഇവിടെ 1000 തവണ നമ്മൾ എത്ര ചർച്ച കഴിഞ്ഞതാ ടൗൺ ഹാളിനെ സംബന്ധിച്ച്. അച്ഛാ ഇങ്ങോട്ട് നോക്കൂ. ടൗൺ ഹാളിന് സംഭവിച്ച കാര്യം കൃത്യമായി പറയാൻ കഴിയുക UDF പ്രതിനിധിക്കാണ്. കാരണം ഒരു കുഴപ്പവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടൗൺ ഹാള് ഞാൻ നന്നാക്കി തരാം, എനിക്കൊന്ന് പേരെടുക്കണം, എൻ്റെ പേര് അവിടെ എഴുതി വെക്കണം എന്ന് പറഞ്ഞ് അത് പൊളിച്ച് സർക്കാരിനെ നിന്ന് ഫണ്ട് വാങ്ങിച്ചു തരാമെന്നുള്ള ധൈര്യത്തോടു കൂടെ പോയി പറഞ്ഞ് ഞാനത് ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് പൊളിച്ചിട്ട് ഇതുവരെ ആ ഫണ്ട് നേടിയെടുക്കാൻ കഴിയാത്ത MLAയുടെ പേരുണ്ടെങ്കിൽ ശ്രീ ഷാഫി പറമ്പിൽ. ഇപ്പോൾ അദ്ദേഹം MP ആണ് വടകരയിൽ. ഇവിടെ കൂടിയ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് BJPയും കോൺഗ്രസും എന്ന്. ഈ 2 പേരെയും മറുപടി നിന്നുണ്ട്. നിങ്ങൾ നോക്കൂ, പാലക്കാട് മണ്ഡലത്തിലെ 13.5 കൊല്ലം MLAയുടെ പേര് ഷാഫി പറമ്പിൽ എന്നാണ്. 10 കൊല്ലമായി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത് BJP ആണ്. BJP മുനിസിപ്പാലിറ്റി ഭരിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞ 100% ശരിയാ. ഈ മുനിസിപ്പാലിറ്റിയിലെ ഉൾപ്രദേശത്തിലെ റോഡുകളിലൊന്ന് പോകണം. ഈ ഏതെങ്കിലും പ്രദേശത്ത് ഇങ്ങനെ മോശമായ റോഡ് ഇവിടെ കിടക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഇത്ര മോശം റോഡ് ഇവിടെ കിടക്കുന്നില്ല. പഞ്ചായത്തുകളിലെ റോഡിലേക്ക് നമുക്ക്
ടൗൺ ഹാളിന്റെ മോശം സ്ഥിതി ഇവിടെ ടൗൺ ഹാൾ മോശം പറയുമ്പോ അതിന് ഉത്തരവാദി MLA പറയുമ്പോ BJP ആണ്. അപ്പൊ BJPയും കോൺഗ്രസും പാലക്കാട് ജനതയെ പറ്റിക്കലായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു പാലക്കാട് ജനത. അതുകൊണ്ടാണ് സരിന് കിട്ടുന്ന സ്വീകാര്യത. ശരി, പരസ്പരം പഴിചാരുകയാണ് MLA-യും കോർപ്പറേഷനും. BJP പ്രതിനിധിയോട് പറഞ്ഞത് വർഷങ്ങളായിട്ട് മുനിസിപ്പൽ ഭരണത്തിലിരിക്കുക. അവർ പറയുകയാണ് ഇവിടെ MLA-യുടെ കഴിവുകേടാണ്. ഇവിടെ 6 കോടി രൂപ കൊടുത്ത കാര്യം പറഞ്ഞില്ലേ, അത് ഇപ്പോഴും അസ്ഥിപഞ്ജരമായി അവിടെ നിൽക്കുകയാണ്. ഇതിന് മറുപടി പറയുന്നതിന് പകരം അത് മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള അതരവ്യായാമമാണ് നിങ്ങൾ നടത്തുന്നത്. പറയട്ടെ, ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ മുനിസിപ്പാലിറ്റിയുടെ പ്രദേശത്തുള്ള റോഡുകളിലൂടെ ഒന്ന് സഞ്ചരിക്കൂ. നട്ടലിന്റെ കശേരികൾ വരിട്ട് പോവും. റോഡുകളുടെ സ്ഥിതി അതാണ്. അതേപോലെ തന്നെ നമ്മുടെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്, ആ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ബസ് കയറാനുള്ളൊരു സൗകര്യം പോലും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട MP 2 കോടി രൂപ ചെലവഴിച്ചിട്ട് അവിടെ ബസ് സ്റ്റാൻഡ് ടെർമിനൽ ഉണ്ടാക്കിയത്. നമ്മുടെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, ആ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലെ കെട്ടിട സമുച്ചയം അങ്ങനെ കിടക്കുക. അവിടെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല. ഇങ്ങനെ ഭരണ പരാജയം മറച്ചു വെക്കാൻ പിന്നെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, നിങ്ങളുടെ അന്തർധാരയൊക്കെ ഇന്നോ ഇന്നലോ തുടങ്ങിയതല്ല. നിങ്ങൾ ആ ബന്ധം ഞങ്ങളിൽ ആരോപിക്കേണ്ട. MS ഗോപാലകൃഷ്ണൻ എഴുതിയ ആ കത്തുണ്ടല്ലോ, ആ കത്തൊക്കെ ഈ രാജ്യത്ത് ചർച്ച ചെയ്യുന്നുണ്ട്. പരസ്പരം ഇങ്ങനെ കുറ്റം പറഞ്ഞ് ആർഗ്യൂ ചെയ്യണേക്കാളും നല്ലത് ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും ഒന്നിച്ചൊന്ന് ആലോചിച്ചിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പെൻഷൻ പാവപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, പാടത്ത് പണിയുള്ള ആളുകളൊക്കെ ഉണ്ട്. എല്ലാവർക്കും പെൻഷൻ വേണം. അപ്പോൾ UK-യിലുള്ള പോലെ ഓസ്ട്രേലിയയിലുള്ള പോലെ ആ ടാക്സ് ഒന്ന് പെർസെൻറ്റേജ് കൂട്ടുക, തൊഴിൽ ടാക്സ് പെർസെൻറ്റേജ് കൂട്ടി മാന്യമായിട്ടുള്ള പെൻഷൻ എല്ലാവർക്കും കൊടുക്കാവുന്ന രീതിയിൽ കാര്യങ്ങൾ പോകണം. ശരി, പെൻഷൻ കൊടുക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ മുൻപന്തിയിലാണ് കേരളം. ഓക്കെ, പക്ഷെ ഞാൻ പറയുന്നത് ഒരുമിച്ച് വികലാംഗർക്ക് പെൻഷൻ 5000 അവിടെ കൊടുക്കുന്നത്. സ്ത്രീകൾക്ക് അവിടെ സൗജന്യ യാത്രയാണ്. ക്ഷേമ പെൻഷൻ സാർവത്രികമാണോ അവിടെ? ഡൽഹിയിലോ? അത് തെറ്റാണ്. പെൻഷൻ എന്ന് പറഞ്ഞാലേ, പെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അർഹതയുണ്ട് പെൻഷൻ. അപ്പൊ അത് പൊതുവായിട്ടുള്ളൊരു പെൻഷൻ ആ രീതി അഡോപ്റ്റ് ചെയ്തിട്ട് സാലറിന്ന് പിടിക്കണം പെർസെന്റേജ്, തൊഴിൽ ടാക്സ് കൂടുതൽ പിടിക്കുക. UK-യിലും ഓസ്ട്രേലിയയിലും ഒക്കെ അങ്ങനെയാണ്. എന്നിട്ട് മാന്യമായ പെൻഷൻ എല്ലാവർക്കും കൊടുക്കാൻ പറ്റണം. 1600 പോരാ. എന്ത് ചെയ്യാൻ 1600? മാന്യമായിട്ടുള്ള പെൻഷൻ, എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂട്ടണം. എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂട്ടണം, ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് ക്വാളിറ്റി കൂട്ടണം. എങ്കിൽ 10 ദിവസം കൂലിപ്പണിക്ക് പോയാലും മാന്യമായിട്ട് ജീവിക്കാം കേരളത്തില്. ആ നിലയ്ക്ക് കാരണം നീങ്ങട്ടെ, വെറുതെ ആർഗ്യൂ ചെയ്ത് സമയം കളയണ്ട. ഇവിടെ സാധാരണക്കാരുടെ വിഷയങ്ങളെ സംസാരിക്കാൻ, ഇവിടെ ഭിന്നശേഷിക്കാരൻ്റെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, കാഴ്ചയില്ലാത്ത ആൾക്കാരുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, കിടപ്പ് രോഗികളുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, ക്യാൻസർ രോഗികളുടെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ആർക്കും ഒരു സമയമില്ല. 3 ഗവൺമെന്റിനോടുള്ള എനിക്ക് ചോദ്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? 70 വയസ്സായ ഓരോ ഇന്ത്യൻ പൗരനും 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സാ സംവിധാനം ശ്രീ നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏത് 70 വയസ്സ് കഴിഞ്ഞ ആൾക്കും അത് സൗജന്യമായി സംസാരശേഷിയില്ലാത്ത കുട്ടികൾക്ക് 5.5 ലക്ഷം രൂപ വില വരുന്ന ചാർജ് വരുന്ന ക്ലോക്ലിയർ ഇംപ്ലാന്റേഷൻ ചികിത്സ കൊടുത്ത്, ഉപകരണം കൊടുത്ത് ഓപ്പറേഷൻ നടത്തി സംസാരശേഷി തിരിച്ചു കൊണ്ടുവരാൻ സഹായിച്ച ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ഉമ്മൻചാണ്ടി. അറിയാമോ? അതേപോലെ തന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നില്ല. സർക്കാർ ആശുപത്രികളിൽ ചികിത്സ സൗജന്യം ലഭിക്കുന്നുണ്ടോ? കോടികളാണ് ഈ ഗവൺമെന്റ് ചികിത്സാ ഇനത്തിൽ ഈ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ള ഡ്യൂ എന്നതുകൂടി നമ്മൾ ഓർക്കണം. ശരി, ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത്,
അതായത് ബി ജെ പിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ, ബി ജെ പിനോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ള വ്യക്തമായ ധാരണ ഉള്ളതുകൊണ്ട് ചോദിക്കട്ടെ, നിങ്ങളെന്ന് സബൂറായി എന്തിനിപ്പോ ഈ വ്യാജാറാകണല്ലേ? കാരണം എന്റെ നിലപാടാണല്ലോ എനിക്ക് പറയാനുള്ളത്, എന്റെ നിലപാടാണല്ലോ എനിക്ക് പറയാനുണ്ടാകുള്ളൂ. ഇവിടെ MLA മത്സരിക്കുന്ന MLA ഇപ്പോൾ 1.5 കൊല്ലത്തിന്റെ ഉള്ളിൽ ഈ 2 കൂട്ടരോടും എന്താണ് പാലക്കാട്ടുകാർക്ക് ചെയ്യാൻ പറ്റുക, എന്ത് വികസനമാണ് അവർക്ക് കൊണ്ടുവരാൻ പറ്റുക, അതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി തേച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു പോകാതെ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഈ 2 കൂട്ടരും BJP-നോട് അവര് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്കും ഒരു ഗുണമില്ലാത്തതുകൊണ്ട് അവരെ കൊണ്ട് വരുന്നത് കേരളത്തിൽ എന്തെങ്കിലും പണ്ടൊരു കാര്യം അവര് പറയട്ടെ, അവരാണല്ലോ മത്സരരംഗത്തുള്ളത്. ഹലോ, എൻ്റെ അഭിപ്രായത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ പക്ഷപാതിത്വപരമായിട്ടുള്ള നിലപാട് ശരിയല്ല എന്നുള്ളതാണ്. പക്ഷപാതിത്വം ഇപ്പൊ ഷാഫി പറമ്പിൽ MLA ആയിരിക്കുന്ന സമയത്ത് LDF ആണ് ഭരിക്കുന്നതെങ്കിൽ പൂർണ്ണമായി അവഗണിക്കുക. അതുപോലെ ഇവിടെ MP-മാർ കോൺഗ്രസ് ആണെങ്കിൽ കേന്ദ്രത്ത് BJP ഭരിക്കുന്നതെങ്കിൽ ഇവിടെ MP-മാരുടെ ഫണ്ടുകൾ വെട്ടിച്ചുരുക്കിയിട്ട് അങ്ങനത്തെ ഒരു രീതി തന്നെ മാറേണ്ടതുണ്ട്. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം നോക്കാൻ പറ്റില്ല എന്നുള്ള ഒറ്റ അഭിപ്രായമാണ് എനിക്ക് പറയുന്നത്. തീർച്ചയായും ഒരുപാട് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഒരുപാട് വികസനങ്ങൾ ഫണ്ട് കൊടുക്കുന്നില്ല. വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയം പറ്റില്ല എന്നുള്ളതാണ് സാധാരണക്കാരായ ഞങ്ങൾക്ക് പറയാനുള്ളതെന്നാണ്. മുതൽ തന്നെ ഞങ്ങൾ CPM കോൺഗ്രസ് ബാന്ധവം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സ്നേഹിത, ഇവിടെ BJP-യുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിനെതിരെ CPM ഒരു കൃഷ്ണകുമാറിനെ അപരനായി നിർത്തിയിട്ടില്ല. അതുപോലെ തന്നെ സരിനെതിരെ മറ്റൊരു സരിനെ BJP-യും കൊടുത്തിട്ടില്ല. ഇവർ 2 പേരും അപരന്മാരാക്കി കൊടുത്തിട്ടുള്ളത് രാഹുൽ. അല്ലല്ല, ആരോപണം അല്ല, അവർ ചെയ്തിട്ടില്ല. ഇവർ 2 പേരും രാഹുലിനെതിരെയാണ് എന്താ പറയാ അപരന്മാരെ. MS ഗോപാലകൃഷ്ണന്റെ കത്തൊക്കെ ശരി സ്വാമിനാഥൻ പറഞ്ഞോളൂ. ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഈ ചികിത്സയുമായി ബന്ധപ്പെട്ട് 5.5 ലക്ഷം ആളുകൾക്ക് 5.5 ലക്ഷം വെച്ച് ഓരോ ആളുകളും കൊടുക്കുന്നതാ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, നിങ്ങൾ എവിടുന്ന സംസാരിക്കുന്നു എനിക്ക് മനസ്സിലായിക്കൂടാ. ഈ രാജ്യത്ത് 80 കുട്ടികൾ എവിടെയെന്ന് പറയണ്ടേ? നിങ്ങൾ കഴിഞ്ഞ 15 കൊല്ലമായി 12 കൊല്ലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന UP-യിൽ 80 കുട്ടികൾ, പിഞ്ചു കുട്ടികൾ മരിച്ചു. കാരണം എന്താണെന്ന് അറിയണ്ടേ? ആശുപത്രിയിലേക്ക് കൊടുക്കേണ്ട ഗ്യാസ് കുട്ടി, ആ ഓക്സിജൻ സിലിണ്ടറിന് പൈസ കൊടുക്കാതെ 80 കുട്ടികൾ മരിച്ചത്. ഇതാണ് BJP ഭരിക്കുന്നിടത്ത് എവിടെയും ഈ പറഞ്ഞ വികസനമില്ല എന്നുള്ള ഏറ്റവും വലിയ തെളിവല്ലേ? നിങ്ങൾ UP ഞാൻ പൂർത്തിയാക്കട്ടെ. UP ഇവിടെ ആരോ പറഞ്ഞല്ലോ, ഇവിടെ സൂചിപ്പിച്ചു, ഇവിടെ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ചു, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ദളിതർക്കെതിരെ ആക്രമണം നടക്കുന്ന കഴിഞ്ഞ മാസം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട വാർത്ത എന്താ? ദേശാഭിമാനി അല്ലല്ലോ പുറത്തുവിട്ട വാർത്ത എന്താ? ഈ രാജ്യത്ത് ഏറ്റവും അധികം ദളിതർ ആക്രമിക്കപ്പെടുന്ന സംസ്ഥാനം UP-യാണ്. രണ്ടാമത് രാജസ്ഥാനാണ്, മൂന്നാമത് മധ്യപ്രദേശാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്തിൽ ന്യൂനപക്ഷങ്ങൾക്കും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ന്യൂനപക്ഷങ്ങൾക്കും ദളിതർക്കും സംരക്ഷണമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രാജ്യത്തെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. പിന്നെ BJP-യും കോൺഗ്രസും തമ്മിൽ ഡീലിനെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ വേറെ വർത്തമാനം പറയണ്ട. ഈ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഡീൽ ഉണ്ടാക്കിയവർ BJP-യും കോൺഗ്രസ് ആണെന്ന്. BJP-യും കോൺഗ്രസും പോലെ ഡീൽ ഉണ്ടാക്കിയവർ വേറെ ആരാ? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കൂത്തുപറമ്പിൽ ആദ്യമായി MLA ആയത് ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സുഹൃത്തെ, ചരിത്രത്തെ തമസ്കരിക്കരുത്. ഇവിടെ ആളുകൾ ഈ രാജ്യത്തെ
പതിനായിരക്കണക്കിന് കോടി രൂപ കൊടുക്കുന്ന യു പിക്കാണ്. 10,000 കോടി അറിയാണ്ട് വേണ്ട. ഒരു മിനിറ്റ് ഞാൻ പറയാം. ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ വെറുതെ യുപിയിലോട്ടും യുഗോസ്ലാവിയയിലോട്ടും പോയിട്ട് കാര്യമില്ല. ബിജെപി സംസ്ഥാനം ഭരിച്ച ബിജെപി ഭരിച്ച തേരുമ്പാലും ഒടുക്കും പറയുമ്പോ ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതി ഡീലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. ഞാനിപ്പോ തിരുവല്ലാമലയിൽ നിന്നാണ് വരുന്നത്. തിരുവല്ലാമല പഞ്ചായത്ത് ഒരൊറ്റ വർഷം ബിജെപി ഭരിച്ചുകൊണ്ടിരുന്ന എങ്ങനെ ഭരണം പോയെന്നറിയാമോ? ഇന്ന് ആരൊക്കെ അവിടെ ഭരിക്കുന്നറിയാമോ? 7, 6, 13 7-6 നിങ്ങൾ 6-6 ഈ വ്യക്തിയുടെ പാർട്ടി. ഇവർ രണ്ടും കൂടെ കൂടിച്ചേർന്ന ഇന്ന് തിരുവല്ലാമല പഞ്ചായത്ത് ഭരിക്കുന്നത്. ഒറ്റ വർഷം RSSനോട് ഒരു സന്ധിയുമില്ല ഞങ്ങൾക്ക്. SDPIയോടും ജമാഅത്ത് ഇസ്ലാമിയോടും RSSനോടും ഒരേ നയത്തിൽ ജോമാൻ കൃത്യമായിട്ടൊന്ന് കേട്ട്. ജോമാൻ, ഞാൻ നിങ്ങൾ നേരത്തെ കുറെ ചർച്ചകളിൽ നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഒരു കൃത്യമായിട്ടൊരു ചോദ്യം വരുമ്പോ നിലവിളിക്കാണല്ലോ ചെയ്യുന്നത്. കൃത്യമായിട്ട് ആ ചോദ്യം മനസ്സിലാക്കിയ ശേഷം അതിനൊന്ന് കൃത്യമായിട്ട് മറുപടി പറ. ഒരു മറുപടി, ഒറ്റ മറുപടി മതി. ചേട്ടന്റെ ചോദ്യം ഇപ്പൊ നിങ്ങൾ പോയി കിടന്ന് നിലവിളിച്ചല്ലോ, ഇയാളാണ് പാർട്ടി, ഇയാളാണ് പഞ്ചായത്ത് ഭരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിലവിളിയല്ല. ശരി, ഈ പറയുന്ന പറയുമ്പോ ഇവിടെ ഒറ്റ കാര്യം, ഇവരിവിടെ PDP മുസ്ലിംകൾ ഇവിടെ തമ്മിൽ തല്ലാൻ പറയുമ്പോ ജമ്മു കാശ്മീരിൽ BJPന്റെ കൂട്ടുകക്ഷിയാണ് PDP. നോട്ടീസ് പറയുന്നത് SDPI പറയുന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ കോൺഗ്രസിന് ജയിപ്പിക്കണം. ജോമാനോട് ഡയറക്റ്റ് ആയിട്ട് ചോദ്യത്തിന് നിങ്ങൾ ഈ ഡീൽ എന്ന് പറയുന്നത് ഈ ധർമ്മരാജൻ, BJPയുടെ കവാല പണം കൊണ്ടുവന്ന ധർമ്മരാജൻ 4.5 കോടി ഉറുപ്പിക ഷാഫി പറമ്പലിന് കൊടുത്തത് എന്തിനാണ്? 4.5 കോടി ഉറുപ്പിക. സുരേഷ് ജോമാൻ കൃത്യമായി മറുപടി പറയണം. ഷാഫി പറമ്പലിന് CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ ഗവൺമെന്റ് ആണ്. നിങ്ങൾ അന്വേഷിക്കൂ. നിങ്ങൾ വാതിൽ നിങ്ങൾ അന്വേഷിക്കൂ. ഒരു കള്ളൻ പറയുന്നതല്ല സാർ ഇവിടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങള് അൻവർ പറഞ്ഞത് അംഗീകരിക്കുമോ? അൻവർ പറഞ്ഞത് നിങ്ങൾ സുഹൃത്തെ 17 ഏജൻസികൾ, കേന്ദ്രത്തിന്റെ 17 ഏജൻസികൾ നിങ്ങൾ പറഞ്ഞ ഈ ആരോപണം അന്വേഷിച്ചില്ലേ? സംസ്ഥാനത്തും ഒരു MLAക്ക് 4 കോടി കൊടുത്തു എന്ന കല്ല് വെച്ച നുണ. എന്ത് വൃത്തികേടാ നിങ്ങൾ പറയുന്നത്? ഒരു MLAക്ക് 4.5 കോടി കൊടുത്തു കള്ളപ്പണ കടത്തുകാരൻ പറഞ്ഞാൽ അതായിട്ട് പറയാണോ നിങ്ങൾ? ബഹളം വെക്കണ്ട. ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങള് ചോദ്യം ചോദിക്കുമ്പോ യുക്തിസഹമാകട്ടെ. ഒരു ചോദ്യം ചോദിക്കുമ്പോ യുക്തിസഹമായ ചോദ്യം ചോദിക്കണ്ടേ? ഒരു കാര്യം ക്യാമറ ഇതിലൊന്ന് സൂം ചെയ്തോളൂ. ഇതൊന്ന് കാണണം. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ ഇതൊന്ന് കാണണം. ഇത് SDPയുടെ പാലക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി ഇന്ന് നോട്ടീസ് അടിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ
മുഴുവൻ പള്ളികളിലും വിതരണം ചെയ്ത നോട്ടീസാണത്. എന്താ നോട്ടീസ് അറിയോ? പറഞ്ഞിരിക്കുന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തണം, അതിന് UDF വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു വന്നത് പാലക്കാട് നഗരത്തിൽ UDF ആണ് ജയിക്കുന്നതെങ്കിൽ പ്രകടനം SDPIക്ക് വേണ്ടിയാണ് UDF മത്സരിക്കുന്നത്. ഈ പാലക്കാട് നഗരത്തിൽ തീവ്രവാദം നടത്തുന്നവർ SDPI ഒരുപോലെ അപകടകരമാണ്. PDP-നെ തീവ്രവാദി എന്ന് നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞ അതേ അബ്ദുൽ നാസർ മദനെ മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ കൊണ്ടുപോയിട്ട് കുത്തുപെയ്ത്ത് നടത്തിയിട്ട് അബ്ദുറഹ്മാന്റെ ബിരിയാണി ചെമ്പ് കൊണ്ടിച്ച ആൾക്കാരല്ലേ നിങ്ങള്? അന്ന് നിങ്ങൾക്ക് തീവ്രവാദികളല്ലേ? PDP ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ അറിയാത്തവരറിയണം. ഈ സംസ്ഥാനത്ത് PDP ഒരൊറ്റയാളെ കൊലപ്പെടുത്തിയിട്ടുള്ളൂ. അത് കോൺഗ്രസിനും BJP-നും അല്ല, CPM-ന്റെ പ്രതിയാണ് ആറ്റിങ്ങലില്. അറിയാതെ വേണ്ട പറയട്ടെ, അവൾക്ക് പറയട്ടെ. CPM-ൽ ഒരൊറ്റ പ്രതിയുള്ളൂ. എന്താ കാരണം അറിയോ? PDP-യുടെ എന്ന നിലയിൽ നിങ്ങളുടെ പ്രവർത്തകരെ കൊല ചെയ്തപ്പെട്ട ആ PDP-യുടെ നേതാവിനെ പിണറായി വിജയൻ ഇപ്പുറത്തും മറ്റു ഭാരതത്തിലും ഇപ്പുറത്തും നടക്കിയിരുത്തിയത് അല്ലേ? അപ്പൊ അവർ തീവ്രവാദികളല്ലേ? നിങ്ങളാണ് തീവ്രവാദത്തെ പിന്തുണയെ കുറിച്ച് ചോദിച്ചു. മറുപടി കൊടുക്കണ്ടേ? മറുപടി ഉണ്ട്. അവര് പറഞ്ഞത് എന്താ കാരണം അറിയോ? PDP-യെ പോലെ SDPI-നും ജമാഅത്തിനും കാണത്തോണ്ട. ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും മതരാഷ്ട്രം പറയുന്നവരാണ്. PDP ഇപ്പൊ മതരാഷ്ട്രം പറയുന്നില്ല. PDP മതരാഷ്ട്രം ഇപ്പോ എന്താ മതരാഷ്ട്രം പറഞ്ഞാൽ നിങ്ങൾ വർഗീയവാദികളാണ്. മതരാഷ്ട്രം SDPI പറഞ്ഞാൽ നിങ്ങൾ വർഗീയവാദികളാണ് ഞങ്ങൾ പറയും. ഇവർ തമ്മിൽ തന്നെ പറഞ്ഞു ഇവർ രണ്ടുപേരും വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചാണ് ജയിക്കുന്നതെന്ന്. ഇവർ തമ്മിൽ തന്നെ വിളിച്ചു പറഞ്ഞു. ഞങ്ങൾ പറയുന്നു എത്ര തെരഞ്ഞെടുപ്പ് തോറ്റാലും ഒരൊറ്റ വർഗീയ കക്ഷികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. BJP ആണ് പറയുന്നത് വർഗീയ കക്ഷിയെ കുറിച്ച്. ഇവര് പറയുന്ന വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ച് ജയിക്കാൻ പോണെന്ന് പറഞ്ഞു. അവര് മൊത്തം വർഗീയത പറഞ്ഞിട്ടല്ലേ വോട്ട് പിടിക്കുന്നത്. എല്ലാ ഭാഗത്തും വർഗീയതന്റെ ഇപ്പൊ ഈ അടുത്ത് ചേലക്കരയിൽ പോലും വർഗീയമായിട്ടുള്ള ഒരു മറ്റേ പോസ്റ്റർ ഇറക്കിയിട്ടാണ് അവർ വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. അത് നിങ്ങൾ ആരും കണ്ടില്ല മാധ്യമങ്ങള്? BJP മൊത്തം വർഗീയത പറഞ്ഞിട്ടല്ലേ ഈ വോട്ട് പിടിക്കുന്നത്. ഇവര് തമ്മിൽ പറഞ്ഞതിന് ഉത്തരം പറയൂ. ഇവര് തമ്മിൽ ഒരു മിനിറ്റ് അപ്പോഴേ പറഞ്ഞ ആയുഷ്മാൻ ഭാരതിന്റെ ഭാഗമായിട്ട് ആ പദ്ധതി ഏറ്റെടുക്കാത്ത 2 സംസ്ഥാനങ്ങളെ ഇന്ത്യയിലുള്ളൂ. ഒന്ന് ഡൽഹി, ഒന്ന് വെസ്റ്റ് ബംഗാൾ. അതിന് പ്രധാന കാരണം ഇവർ പറഞ്ഞ 5 ലക്ഷമല്ല, അവിടെ 1 കോടി രൂപ വരെയുള്ള ചികിത്സാ സഹായം പൂർണ്ണമായും ഫ്രീ ആയിട്ട് ചെയ്യുന്നത്. കേരളത്തിൽ നടപ്പിലാക്കില്ല. 1 കോടി രൂപ വരെ സൗജന്യ ചികിത്സ ഇന്ത്യയിൽ ഏതെങ്കിലും സംസ്ഥാനത്തുണ്ടെങ്കിൽ മാത്രം അവരുടെ ഖജനാവിൽ 1 കോടി രൂപയില്ല. വെറുതെ ഇല്ലാത്ത പറയരുത്. ഖജനാവിൽ 1 കോടി ഇല്ലേ? അവിടെ കടമേ ഇല്ലാത്ത സംസ്ഥാനം. ഇവിടെ 4 ലക്ഷം കോടിയാണ് കടം. അവിടെ കടമേ ഇല്ലാത്ത പറയുന്നു 5 ലക്ഷം രൂപ സൗജന്യമായി. ആം ആദ്മി നേതാവിനെ എന്തിനാണ് അറസ്റ്റ് ചെയ്തത്? ആം ആദ്മി നേതാവിനെ എന്തിന് വെറുതെ ജയിലിൽ പോയതാണ്? ടൂറടിക്കാൻ പോയതാണോ? ആം ആദ്മി ടൂറടിക്കാൻ പോയതാണോ? ആരോപണത്തിന്റെ പേര് ആരും പോല മനസ്സിലായില്ലേ? ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. കുറച്ചു മുമ്പ് LDF-ന്റെ വക്താവ് പറഞ്ഞു SDPI കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ് പള്ളി മീറ്റിംഗിലേക്കും പറഞ്ഞു, നോട്ടീസ് ഇറക്കിയത് പറഞ്ഞു. കോൺഗ്രസിനെ പരിചയപ്പെടുത്താനല്ല, BJP-നെ പരിചയപ്പെടുത്താനായിരിക്കും SDPI പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുള്ളൂ. കോൺഗ്രസിനെ വിജയിപ്പിക്കാനല്ല, BJP ജയിപ്പിക്കാതിരിക്കാൻ വേണ്ടി SDPI പറയും കോൺഗ്രസ് വോട്ട് ചെയ്യാൻ.
ബിജെപി ജയിക്കും. ഇവിടെ ഈ സുഹൃത്ത് പറയുന്നത് അതായത് എല്ലാ കാലത്തും വർഗീയത, എല്ലാ കാലത്തും വർഗീയത. SDPIയും RSSും ജമാഅത്ത് ഇസ്ലാമി എന്നൊക്കെ പറഞ്ഞത് തരാതരം പോലെ അധികാരത്തിന് വേണ്ടി കൂടുന്നവരാണ്. ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ജമ്മു കാശ്മീരിലെ അവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ്. അപ്പൊ RSS ഈ മുസ്ലിം വർഗീയതയോട് എന്ത് സന്ധിയാണ് ചെയ്യണമെന്നുള്ള കാര്യം തൊട്ടപ്പുറത്ത് ജമ്മു കാശ്മീരിൽ കാണുന്നല്ലേ. ഇതിലെന്താ അത്ഭുതമുള്ളത്? എല്ലാ കാലത്തും അവർ അധികാരത്തിന് വേണ്ടി ഒരുപാട് ഈ രാജ്യത്തുണ്ട്. ഒരിക്കലും താരതമ്യം ചെയ്യരുത്. RSS കഴിഞ്ഞ 13-12 വർഷമായി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. ഇപ്പോ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ BJP ജയിക്കുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ്? തലതൊട്ടപ്പൻ മെട്രോമാനെ കൊണ്ട് നിർത്തിയിട്ട് ഇവിടെ ജയിച്ചിട്ടില്ല. തലതൊട്ടപ്പൻ മെട്രോമാനെയാണല്ലോ ഇവര് കൊണ്ടു നിർത്തിയത്, അതിന്റെ മേലെയല്ലല്ലോ. എന്നിട്ട് BJP ജയിച്ചിട്ടില്ല. BJP ജയിക്കുന്ന കോൺഗ്രസ് ഒരു ട്രെൻഡ് ഉണ്ടാക്കാനുള്ള പണിയാണ്. കോൺഗ്രസ് ജയിക്കുവോ? ഈ പ്രാവശ്യം കോൺഗ്രസ് ജയിക്കുവോ? ആര് ജയിക്കും? എന്റെ ചോദ്യം ശശിയാണ് അതിന് മറുപടി പറയേണ്ടത്. ശശി മറുപടി പറയണം. ശശി മറുപടി പറയണം. ഇവിടെ എന്താ പ്രശ്നം? BJP ജയിക്കുന്നു പറഞ്ഞ് ട്രെൻഡ് ഉണ്ടാക്കി ഷാഫി പറമ്പിലിന്റെ പേരുപയോഗിച്ചാണ് ഇവരത് ചെയ്യുന്നത്. ഇപ്രാവശ്യം ആര് ജയിക്കുന്നു? TM ശശി പറയണം. ഇവിടെ നോക്കൂ, യാതൊരു ആശങ്കയും വേണ്ട. ഇവിടെ കേന്ദ്രത്തിന്റെ എല്ലാരും കൂടെ പറയാം. ഒരാൾ ചോദ്യം. ഇവിടെ അല്ല സർ ഒരു മിനിറ്റ് ഇവിടെ UDF ജയിക്കുള്ളൂ. എന്താ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റി കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ? 2016 CPM-ന്റെ ഉന്നതനായ നേതാവ്, ഇവിടെ ദീർഘകാലം പാർലമെന്റ് മെമ്പറായിരുന്ന NN കൃഷ്ണദാസ് 2016 3-ാം സ്ഥാനത്ത്. 2021 മുൻ MLA പത്മനാഭന്റെ മകൻ പ്രമോദ് 3-ാം സ്ഥാനത്ത്. അങ്ങനെ NN കൃഷ്ണദാസ് 3-ാം സ്ഥാനത്ത് പോയെങ്കിൽ ഈ സരിൻ 2011 ശേഷമുള്ള ഭൂരിപക്ഷം ഷാഫി പറമ്പില്ല. ആദ്യത്തിൽ നിന്ന് എത്രയാണ് രണ്ടാമതായി? അവസാനം എത്രയായി? ഷാഫി പറമ്പിൽ 2016 മത്സരിക്കുമ്പോൾ എന്റെ കൃത്യം ഫിഗർ അല്ല 7000 ആണ് എന്നാണ് എന്റെ ഓർമ്മ. കോൺഗ്രസ് അല്ലേ 7000 ചില്ലാനമാണ് എന്നാണ് എന്റെ ഓർമ്മ. കറക്റ്റ് ഫിഗർ അല്ലെങ്കിൽ തിരുത്താം. 2021 3800 വോട്ടായിട്ട് അത് ചുരുങ്ങി. സമ്മതിച്ചു. ഞാൻ ഇവിടെ പൊതു വേദിയിൽ സമ്മതിക്കാം. ഏറ്റവും നല്ല ടെക്നോക്രാറ്റ് ആയിട്ടുള്ള ഈ ശ്രീധരന് നിഷ്പക്ഷ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. ആ വോട്ട് കൃഷ്ണകുമാറിന് കിട്ടാൻ പോകുന്നില്ല. എന്റെ ചോദ്യം കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ്. 2024-ലും 2016-ലുമാണ് BJP 2 തവണ കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. 2 തവണയും കോൺഗ്രസിനാണ് വോട്ട് കുറയുന്നത്. BJP ജയിക്കുന്നിടത്തെല്ലാം കോൺഗ്രസിന് എന്തുകൊണ്ട് വോട്ട് കുറയുന്നു? അതുപോലെ തന്നെ ഒരു ചോദ്യം കൂടി. മുസ്ലിം സംരക്ഷണം ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് വയനാട് വന്നിട്ട് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട്. റോബർട്ട് വാദ്ര ഇലക്ട്രൽ ബോണ്ട് 176 കോടിയാണ് ഈ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിൽ റോബർട്ട് വാദ്ര കൊടുത്തിട്ടുള്ളത്. ഈ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് രാജീവ് ഗാന്ധി പള്ളിയുടെ വാതിൽ തുറന്നു കൊടുത്തു. 1992 നരസിംഹറാവു 14 ഭാഷ അറിയാവുന്ന നരസിംഹറാവു പ്രധാനമന്ത്രി ഒരിക്കൽ പോലും ഒരു ഭാഷയിലും പള്ളി പൊളിക്കുന്നത് തടയാൻ നിന്നില്ല. അങ്ങനത്തെ കോൺഗ്രസ് രണ്ട് ചോദ്യം ചോദിച്ചു. അല്ല ഒരു മിനിറ്റ് 2 ചോദ്യം ചോദിച്ചു. ഇവിടെ 2 ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. എന്നിട്ട് പറയാം. 2 ചോദ്യം എന്തിനു വരെ BJP വോട്ട് ചെയ്യണം? നിങ്ങൾ നോക്കൂ, കേരളത്തിന് ഇപ്പൊ പ്രളയമുണ്ടായി. ഈ ഒരു പ്രളയത്തിൽ ഒന്നും ബാധിക്കാത്ത ആളുകൾക്ക് പോലും 2000 കോടി 1000 കോടി വെച്ച് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൊടുത്തിട്ട് ഈ കേരളത്തിൽ ഇത്ര ദുരന്തമുണ്ടായിട്ട്, ഒരു വയനാട് ദുരന്തമുണ്ടായിട്ട് 1 രൂപ പോലും അനുവദിക്കാത്ത കേന്ദ്ര സർക്കാരിന് ഈ കേരളത്തിലെ പാലക്കാട്ടിലെ ജനത വോട്ട് ചെയ്യില്ല. 1. 2, എങ്ങനെ ഇടതുപക്ഷം ജയിക്കുന്നല്ലേ? ഇപ്പതാ ഗുദ്ദൂസണ്ണൻ, കോൺഗ്രസിന്റെ നേതാവായ ഗുദ്ദൂസണ്ണൻ പറഞ്ഞ എന്താ അറിയോ? കോൺഗ്രസ് ജയിക്കുന്ന, കോൺഗ്രസ് നേതാവായ ഗുദ്ദൂസണ്ണൻ അങ്ങനെ ജയിക്കുന്ന പറയാനേ പറ്റുള്ളൂ. പക്ഷെ പ്രശ്നം എന്താ?
കോൺഗ്രസിന് വോട്ട് ചെയ്തത് എന്ത് കാര്യം? ഈ കേന്ദ്രത്തിനെതിരെ BJP-ക്കെതിരെ കോൺഗ്രസിന് വായി തുറക്കാൻ കഴിയില്ല. അതിന്റെ ഉദാഹരണം അവിടെ പറഞ്ഞില്ലേ. ഇപ്പൊ ഒരു സുഹൃത്ത് അവിടെ ഒരു ചോദ്യം ചോദിച്ചില്ലേ, എന്താ ചോദ്യത്തിന് പ്രത്യേകത അറിയില്ലേ? അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നുണ്ട്. അവരുടെ ഭർത്താവ് റോബർട്ട് വദ്രയ്ക്കെതിരെ BJP കേസെടുത്തു. 170 കോടി കോൺഗ്രസ് BJP-ക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി കൊടുത്തിട്ട് ആ കേസ് പിൻവലിച്ചു. മറുപടി ഉണ്ടാവില്ല. ന്യൂനപക്ഷ സംരക്ഷണം വല്ലാണ്ട് കോൺഗ്രസ് പറയും. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത തകർക്കുമ്പോ, ബാബറി മസ്ജിദ് തകർക്കുമ്പോ കോൺഗ്രസ് നിങ്ങളാണ് അധികാരത്തിൽ. നിങ്ങളൊരു വാക്കുമുണ്ടെങ്കിൽ ബാബറി മസ്ജിദ് തകരില്ല. ബാബറി മസ്ജിദ് തകർക്കില്ല. കോൺഗ്രസ് പ്രധാനമന്ത്രിയാവുമ്പോ ബാബറി മസ്ജിദ് തകർത്തു. എന്നിട്ട് ന്യൂനപക്ഷ സംരക്ഷണം പറഞ്ഞത്രേ. CPM-ന് ശശിരടുത്തും ജോമോന്റെ അടുത്തും 13 കൊല്ലം ഷാഫി ഇവിടെ 3 പ്രാവശ്യം ജയിച്ചു. വികസനം ചെയ്യാതൊന്നും പാലക്കാട്ടുകാർ ജയിപ്പിക്കില്ല. പാലക്കാട്ടുകാർ പൊട്ടന്മാരല്ല. ഷാഫി ചെയ്ത വികസനത്തിന്റെ ഭാഗമായി തുടർ വികസനങ്ങൾ ഉണ്ടാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങൾ പറയണു ഇപ്പൊ തന്നെ ജയിച്ചു കഴിഞ്ഞു. 15,000-ന് മേലെ 15,000-ൽ നിന്ന് 20,000 വോട്ടിന് പാലക്കാട് ജനത പറയുമ്പോ പാലക്കാട് ജനത പൊട്ടന്മാരല്ലാന്ന് പറഞ്ഞു. വിവേകമുള്ളവരാണ്. 13 തിരിച്ചറിഞ്ഞു. ഒരു നിലയിലില്ലാത്ത ഈ കോൺഗ്രസ് വോട്ട് ചെയ്തത് യാതൊരു കാര്യമില്ല എന്ന് അവർ മനസ്സിലാക്കി. പേപ്പറിൽ ഞാൻ മൊട്ടയടിക്കുക 23-ാം തീയതി BJP-ക്ക് ഞാൻ ഇപ്പൊ അല്ല, ഇവിടെ പലരും കഴിഞ്ഞ കാലങ്ങളിൽ മൊട്ടയടിക്കുമെന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അതിലൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല. ഞാൻ പറയാം, ഷാഫി പറമ്പിൽ ഇവിടെ വികസനം കൊണ്ട് ജയിച്ചാല ചില വർഗീയ ശക്തികൾ കോൺഗ്രസ് തോൽക്കണമെന്നുള്ള തീരുമാനം ശരിയല്ല. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കർഷകരെ ദ്രോഹിച്ച സർക്കാരുകളാണ്. ഈ സർക്കാരുകളെ ഈ ബാലറ്റ് പട്ടികയിലൂടെ ജനം തിരിച്ചറിയുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കേന്ദ്ര സർക്കാർ സബ്സിഡി ഒഴിവാക്കിയതോടുകൂടി 900 രൂപയ്ക്കുണ്ടായിരുന്ന വളം പറയുന്ന എന്നിട്ട് മറുപടി പറയൂ. 900 രൂപയ്ക്കുണ്ടായിരുന്ന വളം ഒറ്റയടിക്ക് 1,700 രൂപയാക്കി വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ. വർദ്ധിപ്പിച്ചു. 29,000 കോടിയാണ് വെട്ടിക്കൊടുത്തത്. രാസവള സബ്സിഡി ഒരു കൊല്ലം 29,900 കോടി. 5 ഏക്കർ കൃഷി 40 ചാക്ക് വളം ഉപയോഗിക്കും. 40,000 രൂപ പോക്കറ്റിലാക്കി. ഇവിടെ വെറും 6,000 രൂപ ഒരു മനുഷ്യന്റെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ ഇട്ട് കൊടുക്കാത്ത പാർട്ടികൾ അവര് UP ഭരിച്ചു. ഞങ്ങൾ ഭരണത്തിൽ ഓരോ വർഷവും ഒരു കുടുംബത്തിലെ ഒരാൾക്ക് 100 ദിവസം കേരള സർക്കാരിനോട് ചോദ്യം. കേന്ദ്ര സർക്കാർ 4 തവണ വില വർധനവ് നടത്തിയപ്പോൾ 2021 8 രൂപ 80 പൈസ കേരളത്തിന്റെ വിഹിതമുണ്ടായിരുന്നു. അതിപ്പോ ചുരുക്കി 5 രൂപ 20 പൈസയാക്കി ദ്രോഹിച്ച സർക്കാരാണ് കേരള സർക്കാർ. അതുമൂലം കേന്ദ്ര സർക്കാർ 40,000 രൂപ ഒരു കർഷകന്റെ പോക്കറ്റ് അടിച്ചിട്ട് 6,000 രൂപയെ കൊടുക്കുന്നുള്ളൂ. നമസ്കാരം. ശശിയേട്ടൻ എന്നാണ് പേര് തോന്നുന്നുണ്ട് അല്ലേ? അതായത് എൻ്റെ വീട് തിരുവില്ലാമലയാണ്. തിരുവില്ലാമലക്കാരനാണ് സരീൻ. ചേലക്കര നിയോജകമണ്ഡലത്തിൽ സരീന് മത്സരിക്കാൻ പറ്റാത്ത കൊണ്ട് ഒറ്റപ്പാലത്ത് വീടെടുത്ത് താമസിച്ച് അവിടെ വോട്ട് ലിസ്റ്റ് പേര് ചേർത്ത് കഴിഞ്ഞ 2021 UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. പരാജയപ്പെട്ടു. 15,000 വോട്ടിന് പരാജയപ്പെട്ടു. ഷാഫി പറമ്പിൽ വടകര ജയിച്ചപ്പോൾ ആ സ്പോട്ടിൽ തന്നെ വന്ന് പാലക്കാട് വീടെടുത്ത് താമസിച്ചു. സീറ്റ് UDF കിട്ടുമ്പോണ്ട് UDF ചവിട്ടി പുറത്താക്കിയ ആൾക്കാരിന് മാത്രമാണ് LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തയ്യാറായത്.
അതൊന്ന് വ്യക്തമാക്കൂ. അല്ല ഒരു മിനിറ്റ് 1980 AK ആന്റണി, ഉമ്മൻചാണ്ടി, ആര്യാട മുഹമ്മദ് ഇവരൊക്കെ ഇടതുപക്ഷത്തിന്റെ ഒപ്പം നിന്ന് മത്സരിച്ചതല്ലോ. അത് ചവിട്ടി പുറത്താക്കിയിട്ടാണോ? പറയട്ടെ, ഒരു മിനിറ്റ്. ഇവരൊക്കെ UDF ചവിട്ടി പുറത്താക്കിയിട്ടാണോ? അതിന് ശേഷം ഇവര് പറയുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആക്ഷേപിച്ച സാക്ഷാൽ കരുണാകരൻ DIC ഉണ്ടാക്കിയിട്ട് വന്നത് എവിടേക്കാണെന്നുള്ളത് ഇവർക്ക് അറിയോ? വാസ്തവവിരുദ്ധമായ പ്രസ്താവന. രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡറുടെ കുടുംബത്തെ അപമാനിച്ചിട്ടില്ല. അതിന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട്. വൃത്തികേട് ബയോളജിക്കൽ അല്ല, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണെന്നാ പറഞ്ഞത്. ഇതെങ്ങനെ അപമാനിക്കലാവും? ഇവര് എല്ലാ കാലത്തും ഇവർ ഒന്നാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഇവർ ഒരു മുന്നണിയായി അതിന് 4 അക്ഷരത്തിന്റെ പേര് വിളിച്ച് ഇന്ത്യ മുന്നണി എന്ന് പേരാക്കി. നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒന്നാണ്. നിങ്ങൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നായി മത്സരിക്കണമെന്നാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ഒന്നായി മത്സരിക്കണം. അതിനാണോ 1,150 കോടി വാങ്ങിയത്? നിങ്ങൾ വാങ്ങിയതിന് മറുപടി പറ. ഇവിടെ അദ്ദേഹം ചോദിച്ച കൃഷിക്കാരുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ച വളരെ കറക്റ്റായ ചോദ്യം. എന്താ പ്രശ്നം എന്നറിയോ? നിങ്ങൾ മനസ്സിലാക്കണം, BJP 2014 അധികാരത്തിൽ വരുന്നത്. അധികാരത്തിൽ വരുമ്പോൾ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പ്രകടന പത്രികയിൽ ഒന്നാമത്തെ എന്താണെന്നറിയോ? ഞങ്ങൾ കോൺഗ്രസ് നടപ്പിലാക്കാത്ത, കോൺഗ്രസ് വെച്ച സ്വാമിനാഥൻ കമ്മീഷൻ ഞങ്ങൾ നടപ്പിലാക്കുന്ന. എന്താ സ്വാമിനാഥൻ കമ്മീഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നറിയോ? ഒരു കാർഷിക ഉൽപ്പന്നങ്ങളുടെ ചെലവിൻ്റെ 50%, മൊത്തം ചെലവിൻ്റെ 50% കൂടി ചേർത്തി കർഷകന് താങ്ങുവില കൊടുക്കുന്ന. 10 കൊല്ലമായി ഈ BJP രാജ്യം ഭരിക്കുന്നു. 10 കൊല്ലം. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കർഷക പ്രക്ഷോഭം നടന്നത് ഹരിയാനയിലും രാജസ്ഥാനിലും ഡൽഹിയിലുമാണ്. ആ ഡൽഹിയിലെയും രാജസ്ഥാനിലെയും കർഷകരുടെ മുഴുവൻ മുദ്രാവാക്യം എന്താണെന്ന് കേൾക്കണ്ടേ? കേരളത്തെ പോലെ കർഷകർക്ക് സംരക്ഷണം കൊടുക്കണം എന്നാണ്. കേരളത്തിലേതുപോലെ സംരക്ഷണം കൊടുക്കണം എന്നാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ കർഷകർ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, കേരളത്തിലേതുപോലെ സംരക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ കേരളത്തിലാണ് രാജ്യത്തെല്ലായിടത്തും കർഷകൻ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ അവൻ മറ്റു കാരണങ്ങളിലല്ലാതെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രശ്നം വന്നതിന്റെ പേരിൽ, കൃഷിയുടെ പേരിൽ നഷ്ടം വന്നതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യാതെ സമൂഹമുള്ളത് കേരളമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ ആ ന്യായം കാണാതെ പോകരുത്. 1. 2, ഇദ്ദേഹം പറഞ്ഞ വിഷയം എന്താ? ഇദ്ദേഹം രണ്ടാമത് വിഷയം പറഞ്ഞു. എന്താ? രാസവളത്തിന്റെ. നിങ്ങൾ നോക്കൂ, 2023-24 ഒരൊറ്റ കൊല്ലം രാസവളത്തിന്റെ സബ്സിഡി 29,000 കോടി രൂപ കുറച്ചു. ഞാനത് പറയാം. 29,900 കോടി രൂപ ഒരൊറ്റ വർഷം കൊണ്ട് ഈ കൃഷിക്കാർക്ക് കൊടുക്കേണ്ട രാസവള സബ്സിഡി കുറച്ചു. ആ പണം മുഴുവൻ ഇപ്പൊ കൊണ്ടുപോകുക ഇവര് കേന്ദ്രം കൊണ്ടുപോവുക. അവിടെ കൊണ്ട് മാത്രമല്ല, പിന്നെ പറയുന്നറിയോ? നെല്ലിന്റെ താങ്ങുവിലയെന്ന സംശയമില്ല. കേരള സർക്കാർ നയം എന്താ? 29 രൂപയെങ്കിലും ഈ കേരളത്തിലെ നെല്ലുൽപാദകർക്ക് 29 രൂപയെങ്കിലും അവർക്ക് 1 കിലോ നെല്ലിന് കിട്ടണമെന്നായിരുന്നു. അത് കിട്ടാൻ വേണ്ടിയാണ് അവരാദ്യം 21 കൊടുത്തപ്പോൾ 29 8 രൂപ ചേർത്തി ഇവിടെ കൊടുത്തിരുന്നു. അപ്പൊ അവര് പതുക്കെ യാഥാർത്ഥ്യത്തിൽ കോൺഗ്രസ് BJP കേന്ദ്ര ഗവൺമെന്റ് ഇവിടുന്ന് കൊണ്ടുപോകുന്ന നെല്ലും അരികളും കൊണ്ടുപോകുമ്പോൾ ഈ തുക 29 രൂപയും അവിടെ തരേണ്ടതാണ്. സംസ്ഥാനം, ഞാൻ വീണ്ടും പറയുന്നു, ആവർത്തിക്കുന്നു, നോട്ട് ചെയ്തോളൂ, തിരുത്താണ്ടെങ്കിൽ തിരുത്തിക്കോളൂ. ഈ സംസ്ഥാനം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സംസ്ഥാനം ആ ഗവൺമെന്റ് നെല്ലിന് താങ്ങുവിലയായി 7 രൂപ കൊടുക്കുന്നുണ്ടെന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറയും പോലെ ചെയ്യുക. അങ്ങനെ കൊടുക്കുന്ന ഒരൊറ്റ സംസ്ഥാനം അത് കേരളമാണെന്ന് കാണാൻ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. കേന്ദ്ര സർക്കാർ സബ്സിഡി കൂട്ടുമ്പോ എന്തിനാണ് ഇവരുടെ സബ്സിഡി നിങ്ങൾ കുറയ്ക്കുന്നത് എന്ന് ലഘുവായിട്ടൊന്ന് പറഞ്ഞു കൊടുത്തു സാറേ. എന്തിനാണ് ഇവർ കൊടുക്കുന്ന സബ്സിഡി? കർണാടകയില്ലേ, തൊട്ടിപ്പുറത്ത് തമിഴ്നാടില്ലേ, കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? കർണാടക കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്? തമിഴ്നാട് BJP അല്ലല്ലോ. അവിടെ എന്താ കിട്ടുന്നത്? എന്തിനാ നുണ പറയുന്നത്? ഒരു താത്വികമായ അവലോകനം. ഇവിടെ ബഹുമാനപ്പെട്ട സഖാവ് സംസാരിച്ചു. അദ്ദേഹത്തോട് ഒറ്റ കാര്യം ലഘുവായിട്ട് ഈ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒറ്റ കാര്യം പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ ഈ കാർഷിക സബ്സിഡി നെല്ലിന്റെ സബ്സിഡി കൂട്ടുമ്പോ ഇവരെന്തിനാണ് ഉള്ള പൈസ കുറയ്ക്കുന്നത്? അതാരുടെ പോക്കറ്റിലേക്ക് എടുക്കാനാ? 8 രൂപ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ 50 ആക്കിയാൽ നിങ്ങൾ 58 കൊടുക്കണം. അല്ല, നിങ്ങൾ 28 കൊണ്ടുവരല്ല ചെയ്യേണ്ടത്. അതായത് അതിനോട് ആദ്യം പറഞ്ഞത്, ഈ കർഷകന്റെ മുഴുവൻ, ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും പണം പോക്കറ്റ് അടിക്കാണ് ഇവരെ പണിയുന്നത്. ഈ കർഷകർക്ക് ഞാൻ പറയട്ടെ,
ഇവിടെ യോമോൻ ചോദിച്ചത് ഇവിടെ കൂട്ടുമ്പോ അവിടെ കുറക്കണമല്ലോ എന്ന്. അത് മുരളി ഇവരുടെ നേതാവുണ്ടല്ലോ കേന്ദ്രമന്ത്രി, അത് മുരളിയോടാണ് ചോദിക്കേണ്ടത്. മൂപ്പരാണ് പറഞ്ഞത് അവിടെ കൂട്ടുമ്പോ ഇവിടെ കുറയ്ക്കുന്നത്, ഇവിടെ കൂടുന്നതിന്റെ അംശമാണ് അവിടെ കൂട്ടുന്നത്. അവസാനമായി BJP NDA ഇപ്പോഴത്തെ സാധ്യത, കറണ്ട് സ്റ്റാറ്റസ്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വികസനം മുന്നിൽ നിർത്തിയാണ് വോട്ട് പിടിക്കുന്നത്. ഞങ്ങൾക്ക് ചുരുക്കമായി എടുത്തു പറയാം, ഒരൊറ്റ മിനിറ്റ് തരൂ. ഇവിടെ ഞങ്ങൾ ഈ വളരെ അടുത്ത് ചെയ്ത 1-2 കാര്യങ്ങൾ മാത്രം പറയാം. 3800 കോടി ഞങ്ങൾ ഈ പാലക്കാടിന് കൊടുത്തിട്ടുണ്ട്. 51,000 ആളുകൾക്ക് സ്ഥിരമായി ജോലി ലഭിക്കുന്ന പദ്ധതി ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. തൊട്ടടുത്ത് പറയാം 220 കോടി ആധികാരികമായിട്ടാണ് പറയണേ. 1966 ശേഷം 220 കോടി അമൃത് പദ്ധതിക്ക് വേണ്ടി ചെലവാക്കിയ ഏക മുനിസിപ്പാലിറ്റി ഞങ്ങൾ ഡിഫൻസ് പാർക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ ഫുഡ് പാർക്ക് കൊണ്ടുവന്നു, ഞങ്ങൾ IIT കൊണ്ടുവന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലവിലത്തെ സാധ്യതകൾ, പ്രതീക്ഷകൾ മങ്ങിയോ അതോ പൂർവാധികം ശക്തിയായോ, എന്തൊക്കെയാണ്? UDFന്റെ സ്ഥാനാർത്ഥി ബഹുമാന്യനായ രാഹുൽ മാങ്കൂട്ടത്തിൽ 5 അക്ക ഭൂരിപക്ഷത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ വിജയിച്ചിരിക്കും, എഴുതി വെച്ചോളൂ. ഒറ്റ കാര്യം കൂടി, ഇവിടെ VS അച്യുതാനന്ദൻ്റെ സന്തത സഹചാരിയായിരുന്ന സുരേഷ് ഏട്ടൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അദ്ദേഹം പറഞ്ഞത് ആത്മാഭിമാനമുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യില്ല എന്നാ. പക്ഷെ K മുരളീധരൻ സരിൻ നല്ല സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞല്ലോ. ആരെ? K മുരളീധരൻ. നിങ്ങൾ K മുരളീധരൻ നല്ല സ്ഥാനാർത്ഥിയാണ്, പിന്നെന്താ പറയേണ്ടത്? നല്ല സ്ഥാനാർത്ഥിയൊന്നും K മുരളീധരൻ പറഞ്ഞിട്ടില്ല. നല്ല വ്യക്തിയാണ്, നല്ല നിങ്ങളെ കതർധാരിയാക്കിയ കരുണാകരൻ, ആ കരുണാകരന്റെ മകളിന് തന്തയ്ക്ക് പറഞ്ഞവളല്ല, ഈ കരുണാകരൻ തന്തയ്ക്ക് പറഞ്ഞവളല്ല എന്ന് പറഞ്ഞ ഈ മാങ്കൂട്ടത്തിന്റെയാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ യഥാർത്ഥ കോൺഗ്രസ്സുകാരനാണ്. ഒരു കരുണാകരൻ പറഞ്ഞ മകളല്ല, ഒരു BJP. എത്ര BJPക്കാർക്ക് അടമാനം വെച്ചു? കേരളത്തെ കേന്ദ്രഭരണം ഉപയോഗിച്ച് തകർക്കുന്ന, സഹായിക്കാത്ത BJPയെ ഒരു നിലയിലും ഇവിടെയുള്ള ആളുകൾ വോട്ട് ചെയ്യില്ല. 1. 2, ഈ കേരളത്തെ തകർക്കാൻ BJP നിൽക്കുമ്പോ അതിന് കൊടപിടിക്കുന്ന, ഒരു നിലയിലും യോജിക്കാൻ ഈ കേരളത്തിന്റെ മനസ്സിനൊപ്പം നിൽക്കാത്ത കോൺഗ്രസിനെയും ഇവിടെ ജയിപ്പിക്കില്ല. 13.5 കൊല്ലം കൊണ്ട് വികസന മുരടിപ്പുണ്ടാക്കിയ, അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെയും BJPയെയും അകറ്റി ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിദ്യാസമ്പന്നനായ സരിനെ ഈ പാലക്കാട് ജനത ജയിപ്പിക്കും, ഒരു സംശയമില്ല. അതാണ് പാലക്കാടിന്റെ തേരുരുളുകയാണ് 20-ാം തീയതിയിലേക്ക്. ഈ ജനത ഇങ്ങനെയൊക്കെ പറയുന്നു. എന്തായിരിക്കും സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന ഈ ജനതയുടെ മനസ്സ്? നമുക്ക് നോക്കാം. എന്തായാലും പടക്കളം ഇന്നിവിടെ പൂർണ്ണമാകുന്നു.